സോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്, വ്യാഴാഴ്ച. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഫോർഗീവിങ്. ഹരിഹരൻ സാറിൽ നിന്ന് എന്താണ് ഫോർഗീവിങ് എന്ന് പറയുന്ന ആ ഒരു തലത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് കേൾക്കാം. നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഹരിഹരൻ സാറിനെയും. ഹരിഹരൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ, താങ്ക് യു. എൻ്റെ ലാസ്റ്റ് ടോക്ക് ഫർഗെറ്റിംഗ് ആയിരുന്നു. ഐ തിങ്ക് യു റിമെമ്പർ. ഫർഗെറ്റിംഗ് കൺക്ലൂഡ് ചെയ്തപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞു, ഇഫ് യു ക്യാൻ കമ്പൈൻ ഫർഗെറ്റിംഗ് അലോങ് വിത്ത് ഫോർഗീവിങ്, ഇറ്റ് ബി എ വണ്ടർഫുൾ കോമ്പിനേഷൻ ആൻഡ് മേക്ക് ദ ലൈഫ് ഈസി ആൻഡ് മോർ പ്ലസന്റ്. മറക്കുകയും മാപ്പ് കൊടുക്കാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏതാണ് അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഐഡിയ ആണ് ഈ ഫോർഗീവിങ്ങിനെ പറ്റിയ ടോക്ക്. എൻ്റെ ഒരാൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, താൻ ഫർഗീവിങ്ങിന് ഒരു ടോക്ക് കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഇനിയാണ് അതിനെപ്പറ്റി നോക്കിയപ്പോൾ അത്ര വിചാരിച്ചത് സിമ്പിളൊന്നും അല്ല. കാരണം ഇത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ കുറേ വിഷമമാണ് ഈ സബ്ജക്റ്റ്. കാരണം ഇതിനകത്ത് വേറെ ഹിസ്റ്റോറിക്കലായിട്ടൊന്നും ഇല്ല, പറയത്തക്ക ഒന്നുമില്ല. പിന്നെ എല്ലാം സയന്റിഫിക് തിയറീസ് ആണ് കൂടുതലുള്ളത്. സയന്റിഫിക് തിയറീസ് ദർ. ആൻഡ് as you go, you will find that it helps, it supports your health. Forgiving supports our health. So with these words, I will start Sar's introduction. Forgiving is one of the profound human capacity, a conscious voluntary decision to let go of resentment, anger, or desire for revenge towards someone who has harmed us. It's a very important human capacity nature ആണ്. കോൺഷ്യസ് ആൻഡ് വോളണ്ടറി ഡിസിഷൻ ലെറ്റ് ഗോ. ഇത് മറന്നു ഇത് ചെയ്യുക. ഒരാളുടെ അടുത്തുള്ള ദേഷ്യം നമുക്ക് മറക്കുക, വേണ്ടെന്ന് വയ്ക്കുക. ഈവൻ ദോ he would have harmed us earlier, either us or our family. So forgiving is one of the profound human capacity, a conscious voluntary decision to let go of resentment, anger, or desire for revenge towards someone who has harmed us. While many view forgiveness purely as a moral or religious virtue, usually forgiving എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ആത്മീയമായിട്ടൊക്കെ ചിന്തിക്കുന്ന വിചാരിക്കുക അതൊക്കെ ദൈവത്തിന് തുല്യമാണ് ഫോർഗീവ് ചെയ്യുക എന്നൊക്കെ. പക്ഷെ അതല്ല forgiving while many view forgiving purely as a moral or religious virtue, modern science shows that it has psychological, neurological and physical health benefits. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ നമ്മൾ ഒരാളെ ഫോർഗീവ് ചെയ്യാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർഗീവ് ആത്മാർത്ഥമായിട്ട് ഫോർഗീവ് ചെയ്യാൻ, പറ്റിച്ച് ഫോർഗീവ് ചെയ്യാനല്ല, ആത്മാർത്ഥമായിട്ട് ഫോർഗീവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് apart from the more apparent moral or religious virtue, it has got in deep psychological, neurological and physical health benefits. Forgiving does not mean forgetting. ഇതാണ് കാര്യം. ഞാൻ ഇപ്പോൾ ഒരാളെ if I say I have forgiven somebody, that doesn't mean I have forgotten what he has done to me. No. Or condoning the wrongdoing. അത് രണ്ടുമല്ല. Forgiving doesn't mean forgetting or condoning the wrongdoing. Rather, it means freeing oneself from the emotional burden of past and choosing inner peace over continuous suffering. See, forgiving as a matter of fact, even though apparently you may be giving a relief to other person. Somebody has done some wrong to you. When you say, okay, I forgive you, മറന്നുകളാ അതൊക്കെ പറയുമ്പോൾ അങ്ങേർക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നത് അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കാണ് കിട്ടുന്നത്. ഫോർഗീവിങ് ഡസ് നോട്ട് മീൻ ഫോർഗെറ്റിംഗ് ഓർ കണ്ടോണിങ്. ഇനി എത്ര ഫോർഗീവ് എന്ന് പറഞ്ഞാലും ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുകയോ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്താലും അത് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. പക്ഷേ നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ലെന്നേ ഉള്ളൂ. കണ്ടോണിങ് അത് ചെയ്തതിന് ശരിയാണെന്ന് പറയത്തില്ല. Rather, it means freeing oneself from the emotional burden of past. Freeing oneself means ഈ forgiver-നാണ്. അങ്ങർക്ക് emotional burden കാണത്തില്ല. He may not be nursing any grudge against other person. Because if you nurse a grudge against another person, it will build on to your emotional burden and choosing inner peace over continuous suffering. So forgiving, as you have, is more than a religious or a moral value. It has got a lot of neurological, psychological and health benefits. And forgiving doesn't mean you're condoning somebody's action
Rather, it means freeing oneself from the emotional burden of the past and choosing inner peace or continuous suffering. കണ്ടിന്യൂസ് സഫറിംഗ് ആയിരിക്കും അതിനെപ്പറ്റി ആലോചിച്ചിട്ട് മനസ്സ് ഉണ്ടാക്കുന്നതിന് പകരം അങ്ങ് മറക്കുക. അതാണ് ഫോർഗീവിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ്. Now let us see the scientific reason of the forgiving. Modern neuroscience reveals that forgiving triggers some changes how the brain processes emotions. See, when you forgive a person, when you say you have forgiven a person, that is when you actually forgive a person. Again, I am telling you, not for the ചുമ്മാ പറയുന്നതല്ല, ആത്മാർത്ഥമായിട്ട് ഒരാൾ forgive ചെയ്യുമ്പോൾ it triggers some changes how the brain process emotions. ബ്രെയിനകത്തുള്ള emotional processes എങ്ങനെ ചേഞ്ച് ആവുന്നു. When a person forgives, when a person forgives, activity decreases in amygdala. Amygdala is a brain center for fear and anger, because that is where you nurse a grudge against somebody for the wrong done to you. When a person forgives, activity decreases in amygdala. അത് കുറയും നമുക്ക്, brain center for fear and danger, and increases activity in prefrontal cortex, a center associated with reasoning and sympathy. Yes. See, forgiving means idana and scientific reason. It, of course, it gives relief to the person who forgives. Of course, you get relief for the person who is forgiven also. But when you forgive, it gives you a lot of relief because it decreases the activity in amygdala, brain center for fear and anger. നിങ്ങളുടെ ഫിയറും ആങ്കറും അറ്റൻഷനൊക്കെ കുറയും. അതേസമയത്ത് യുവർ ആക്റ്റീവ് ഇൻക്രീസ് പ്രീഫ്രണ്ടൽ കോർട്ടക്സിലുള്ള സെൻട്രൽ അസോസിയേറ്റഡ് റീസണിങ് ആൻഡ് സിമ്പതി കൂടുകയും ചെയ്യും. So ഈ forgiving this ഞാനൊരു ടോക്ക് കൊടുത്തോണ്ടിരിക്കുക. This shift helps people to regulate their emotion more effectively and reducing impulsive reaction like rage or revenge. ഈ ഷിഫ്റ്റ്, ഈ forgiveness എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു പ്രാക്ടീസ് forgiveness. അത് കുറച്ച് മെച്യൂരിറ്റി ഉള്ള മനുഷ്യന് മാത്രമേ ഇത് forgive ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അത് ചെയ്യുമ്പോൾ ഇറ്റ് decreases the activity in amygdala, where the brain center for fear and anger, and increases activity in prefrontal cortex center associated with the reasoning and sympathy. This shift, that is shift from activity from amygdala to prefrontal cortex, help people to regulate their emotion more effectively and reducing impulsive reaction like rage or revenge. ഒരാൾക്ക് അഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കാനും അയാളുടെ റിവെഞ്ച് എടുക്കാനും അല്ലെങ്കിൽ ടു ഗീവ് ബാക്ക് തിരിച്ചതുപോലെ ബിഹേവ് ചെയ്യാനും ഉള്ള ഇമ്പൾസ് റിയാക്ഷൻ കുറഞ്ഞു കിട്ടും. അതാണ് സയന്റിഫിക് റീസണിന്റെ. Functional MRI studies also show that forgiveness activates the retromedial prefrontal cortex. Functional MRI studies, subsequent studies, lot of studies are done in forgiveness. നമ്മൾ വിചാരിക്കുന്ന ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നത്. Lot of studies have been done in forgiveness. Functional MRI studies also show that forgiveness activates ventromedial prefrontal cortex, a region linked with moral decision making and positive emotional regulation. Yes. See, നിങ്ങളുടെ നെഗറ്റീവ് ഇതൊക്കെ പോയിട്ട് റേജും റിവെഞ്ചും ഒക്കെ പോയിട്ട് കുറെ കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ഇമോഷണൽ റെഗുലേഷൻസിനെ ഡെവലപ്പ് ചെയ്യാനുള്ളതും മോറൽ ഡിസിഷൻ യുൽ ടേക്ക് എ മോറൽ ഡിസിഷൻ ആവശ്യമില്ലാതെ ബന്ധിര പടക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് നേച്ചർ കൊണ്ടുവരാനുള്ള ഇത് വരും. These changes make forgiving not just an ethical decision, but a neurobiological transformation that reverses the brain forward to calmness and empathy. Yes, an ethical decision ആണ്. മറ്റുള്ളവരെ if you forgive somebody who has wronged you, is an ethical decision or not. But more than ethical decision, it has got a neurological transformation by forgiving. I am repeating you, genuine, sincere forgiving, neurological transformation that reverses the brain forward to calmness and empathy. ഇതാണ് ഇതിന്റെ forgiveness പറ്റിയുള്ള സയന്റിഫിക് റീസണിങ്.
mental health and emotional well-being. നമുക്കിനി ഓരോന്നാ നോക്കാം. Forgiveness significantly improves psychological health studies in classical forgiveness significantly improves psychological health. Forgiveness നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാനസികമായിട്ടുള്ള നമ്മുടെ ഹെൽത്തിനെ, അതായത് നമ്മുടെ ഇന്നർ പീസ്, നമുക്ക് നമ്മുടെ we have peace within ourselves unless we don't expose ourselves to tension, all that. If forgiveness significantly improves psychological health. Studies in classical psychology shows that people who forgive experience lower level of anxiety, depression, hostility, and report higher level of happiness, self-esteem, and life satisfaction. See, that's it. When people do practice forgiveness, I repeat again, genuine, sincere forgiveness, they have experienced lower level of anxiety. Naturally, അവർക്ക് റിവെഞ്ച് എടുക്കാനോ ദേഷ്യപ്പെടാനുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആങ്സൈറ്റി വരുന്നുള്ളത്. വാട്ട് വിൽ ബി ദ അതർ മാൻസ് റിയാക്ഷൻ? ഡിപ്രഷൻ, ഒരു നെഗറ്റീവ് ഇത് മാറും, മനസ്സിൽ നിന്ന് മാറും. ആൻഡ് ഹോസ്റ്റിലിറ്റി, വിരോധങ്ങൾ മാറും. ആൻഡ് റിപ്പോർട്ട് ഹയർ ലെവൽ ഓഫ് ഹാപ്പിനെസ്, സെൽഫ് എസ്റ്റീം ആൻഡ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. ഇത് സൈക്കോളജിക്കൽ സ്റ്റഡീസ് റിവീൽ ചെയ്തിരിക്കുന്നതാണ്. Dr. Fred Ruskin of Stanford University demonstrated that a structured forgiveness training lead to 75% reduction in depression. Structured forgiveness training, അതായത് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് സ്ട്രക്ചേർഡ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. അതായത് സ്ലോ ബൈ സ്റ്റഡി ഓൺലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. All on a sudden, you can't say, no, tomorrow onwards, I am going to forgive what all wrong done to me. It's not possible. The human nature is like that. So, the structured forgiveness training lead to 70% reduction in depression symptoms and 30% reduction in physical complaints among the partners. Because by practicing forgiveness, Dr. Fred Ruskin of Stanford University says, the structured forgiveness, സിസ്റ്റമാറ്റിക്കായി ഫോർഗീവ്നെസ് ചെയ്യുന്ന ട്രെയിനിങ് കിട്ടുന്ന ആൾക്കാർ, അവർക്ക് ഡിപ്രഷൻ സിംറ്റംസ് 70% കുറയും ആൻഡ് ഫിസിക്കൽ കംപ്ലൈൻസ് 30% കുറയും. പാർട്ടിസിപ്പൻറ്റ് forgiveness acts as a powerful psychological tool for healing emotional worries and restoring mental peace. When you nurse a grudge or resentment or anger against somebody else, naturally you will not have any peace of mind. Your mind will go on working unnecessarily, burdening yourself. But forgiveness acts as a powerful psychological tool of healing the emotional worries and restoring mental balance. നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു സമാധാനം കിട്ടും. Improved relation and social harmony. Humans are social beings, naturally, and relationship inevitably involves conflict. See, all human beings, we are all social animals or social beings, and relations inevitably, and when we interact with people, there will be conflict, there will be pleasant moment, there will be conflicts. So that you can't help. So human beings are social beings, and relationship inevitably involves conflicts. The ability to forgive is essential for maintaining long-term bonds. The ability to forgive, if you can say, if you have got a pent-up mind to forgive anything wrong done to you, it is essential for maintaining long-term bonds, whether in the family, friendship circle, or workplace. Naturally, because when you have got nature of forgiving, others will like you, they'll accept you. You will have better relation within the family, within the friendship circle, and you will be popular in your workplace also. From a scientific perspective, forgiveness fosters trust, empathy, and cooperation. Yes. From scientific perspective also, forgiveness affords, apart from the benefits I have cited above, it fosters trust. People have trust in you. People have empathy for you. People will cooperate with you, which are essential for a social cohesion and collective survival.
ഒരു പ്രോപ്പർ സോഷ്യൽ കൊഹേഷൻ or collective സർവൈവലിന് വേണ്ടതാണ് ട്രസ്റ്റ്, എമ്പതി ആൻഡ് കോപ്പറേഷൻ, വിച്ച് you will get when you practice forgiveness. Evolutionary psychology even suggests that forgiveness evolved as a mechanism to repair relationship and maintain group stability naturally. When you practice forgiveness and implement them in your day-to-day relation with others, it repairs relationship, because already if there is some damaged relations are there, it will get repaired and it will maintain group stability. നേരത്തെ പറഞ്ഞൊരു കൊഹേഷൻ കാണും, ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി അവിടെ കാണും. Now let us see some real life examples of forgiveness. ഹിസ്റ്ററിയിലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എസ്പെഷ്യലി ഈ നിങ്ങൾ എപ്പിക്സും ബാക്കി ഇത് കാണുമ്പോൾ ഫർഗീവ്നെസ്സിനെ പറ്റിയുള്ള ഒരുപാട് എപ്പിക്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ മോഡേണിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഈസ് given by Nelson Mandela, which Nelson Mandela was put behind bars for 27 long years by the South African establishment. And they are practicing apartheid in the society. He fought against that. So he was imprisoned for 27 long years. But when he came out of that, he never nursed regret against them. Because, if he used to nurse grudge or anger against them, that will only affect the society. That is, society means his own state. So history offers Mandela, after 27 years in prison, forgave his oppressors, leading South Africa towards a reconciliation instead of a civil war. Because of his forgiveness, a civil war was averted in South Africa. That is the നമ്മുടെ ലൈഫ് ടൈമിലുള്ള ഏറ്റവും വലിയ ക്ലാസിക്കൽ എക്സാമ്പിളാണ് forgiveness-ന്റെ. Similarly, survivors of violent crimes who chose to forgive often report profound inner peace. Similarly, വേറെ ക്രൈംസിലും സർവൈവേഴ്സ് ഉള്ളവര് who chose to forgive often reports profound inner peace and reserved sense of purpose, illustrating forgiveness liberates victim more than offender. Because അത് റെയറായിട്ടേ വരത്തുള്ളൂ. ഈ എല്ലാവരും forgive ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ആരെങ്കിലും if somebody is subject to some violent crime and if they chose to forgive the person who has behaved to them very badly, that gives a lot of inner peace for them and a reserved sense of purpose. Illustrate that forgiveness liberates the victim, because victim-നാണ് കൂടുതൽ ഒഫൻഡറിനെക്കാളും ഇത് കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്, ലിബറേറ്റ്സ് കിട്ടുന്നത് when you forgive. Other examples of forgiveness are മലാല യൂസഫ്സായി, പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, പാകിസ്ഥാൻ പെൺകുട്ടി, who got a Nobel Prize also for peace also. She was shot at by an Afghan whom she forgave after some time. And also the case with Pope John Paul, who forgave his assailant. These are the lifetime example of forgiveness during our lifetime. ഞാൻ പഴയ എപ്പിക്സിലുള്ള എക്സാമ്പിൾ ഒന്നും പറയുന്നില്ല. ഇവിടെ നമ്മുടെ ഇപ്പോൾ നടന്ന നമ്മുടെ ജീവചരിത്രത്തിലുള്ള സമയത്ത് നടന്ന ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ്. Now let me conclude. Forgiveness is far more than a noble ideal. Yes, it goes without saying. Forgiveness, if you can forgive somebody who has wronged you, that shows the nobleness of your mind. Forgiveness is far more than a noble mind. It is scientifically validated pathway to healing, growth, and well-being. It is a scientifically validated pathway. We have seen the scientific studies നടത്തിയിരിക്കുന്നത് forgiving കൊണ്ടുള്ള benefits എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടു. It is scientifically validated pathway to healing, growth, and well-being. It changes the brain, protects body, and strengthens relationship.
Changes brain means നമ്മുടെ തിങ്കിങ്ങിനെ തരും. Naturally, and when we think properly and act accordingly, it protects naturally protects the body and strengthens our relation and build a resilient community. In forgiving, we don't excuse injustice, but we reclaim our inner self itself. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു, forgiving പറയുന്നതുകൊണ്ട് you are not condoning others' act of wrongdoing. No, you are not doing it. You are only having an inner peace because you are no more maintaining a grudge against that person. And you are more, the victim is more benefit than the person who has done injustice to the person. As saying goes, to forgive is set a prisoner free. What are you saying? Saying goes, to forgive is to set a prisoner free and discover that the person was you. As long as we grudge ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പ്രശ്നത്തിരിക്കുന്ന പോലെയാണ്. എന്തെങ്കിലും നമുക്ക് ആക്ഷൻ എടുക്കണമെന്നൊക്കെ വിചാരിക്കും. നമ്മൾ forgive ചെയ്ത് കഴിഞ്ഞാൽ you are letting free everything. You are setting the prisoner also open. So with this, I am concluding my small talk. Thank you very much. Okay, thank you, sir. Thank you. Forgiveness-നെ കുറിച്ച് വളരെ ഓപ്പൺ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ സാറ് സംസാരിച്ചു. അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് ഫൊർഗീവ്നെസ്സിൽ സെൽഫായിട്ട് ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലമാണ്. നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകും. 3 തലത്തിൽ നമ്മൾ പറയാറുണ്ട്. നമ്മൾ നമ്മളോട് ക്ഷമിക്കണം, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം, പിന്നെ നമ്മളുടെ ഓൾമൈറ്റി ഗോഡ് അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിനോട് ക്ഷമിക്കണം. അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു വലിയ അനുഭവം, കുറ്റബോധം കൊണ്ടാകാം ഒക്കെ സാഹചര്യങ്ങൾ സംഭവിക്കാറുണ്ട്. എനിവേ, താങ്ക് യു വെരി മച്ച് സാർ. വളരെ മനോഹരമായൊരു സെഷൻ. അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള അമിഗ്ഡാല, അതുപോലെ തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, അതുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങളും ഫൊർഗീവ്നെസ്സിൽ ഉണ്ടാകുന്ന ഇന്നർ പാർട്സിലെ ചേഞ്ചസും ഒക്കെ വളരെ കൃത്യമായിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു വെരി മച്ച്. സാബു, യെസ് സാർ, പറയൂ. ഞാന് പ്ലീസ് ഫർഗീവ് മീ, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഹരിയത്ത് പറഞ്ഞു ഞാനിങ്ങനെ വൈകിട്ട് ടോക്കില് വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ ആം ലിസ്ണിംഗ് ഓൺ ഓഡിയോ. ഐ really enjoyed the talk, even though I was distracted by the traffic in Cochin. I come down to Cochin for some work. I want to thank Hari for the talk, and very interesting topic. And he put together a nice story on that and made us more aware of. പലപ്പോഴും നമ്മൾ ഗോഡിന്റെ അടുത്താണ് പറയുന്നത് എന്നെ ക്ഷമിക്കണേ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും. അതിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത്. What you said is correct, Sabu. Thank you once again, Hari. I'll just switch off my this thing from the meeting. Okay, bye. Okay, sir. Thank you. Okay, ഇനി രമാവതി മാം പറഞ്ഞോളൂ. സാബു സാർ, അതുപോലെ ഹരിയൻ സാർ, ഏതായാലും ഒരു നല്ല വിഷയമാണ്. കാരണം നല്ല വിഷയം എന്ന് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് സാറേ. ഈ ഫോർഗീവിംഗ് എന്ന് പറയുന്നത് സാറ് പറഞ്ഞല്ലോ, ഫോർഗീവിംഗ് ഡസ് നോട്ട് മീൻ ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞല്ലോ, അത് കറക്റ്റാണ്. നമ്മൾ ഫോർഗെറ്റിംഗ് എന്ന് പറയുമ്പോൾ മറക്കാൻ ശ്രമിക്കലാണ്. പക്ഷെ മറക്കാൻ നമുക്ക് ശ്രമിക്കുന്ന പറഞ്ഞാൽ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഫോർഗീവിംഗ് മീൻസ് അത് കുറച്ച് പണിയാണ്. പണി എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫോർഗീവിംഗ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ ഇതാക്കിയിട്ട് എടുക്കണം എന്നാണ്. കാരണം എന്ന് പറഞ്ഞാല് അത് വാവിട്ട വാക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട്, അതിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു സ്ഥലത്ത് കാറിൽ നമ്മൾ യാത്ര ചെയ്യുന്നു, കുടുംബമുണ്ട്, നമ്മളും ഉണ്ട്. നമ്മളെ പിന്നെ 2 കുടുംബമായിട്ട് പോകുമ്പോൾ ചിലവരെന്ത് ചെയ്യുന്ന പറഞ്ഞാല്, ഞാൻ പോകുന്ന സമയത്തല്ല ഞാൻ അവരെന്തെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഡൈവേർട്ട് ചെയ്തിട്ട് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സംസാരം.
ചിലവര് പിന്നെ കുറ്റം പറയാൻ തുടങ്ങും, എന്തെങ്കിലും മരുമകളോ അപ്പൊ അത് നമ്മൾ എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ടോക്കായിട്ട് അവിടെ എല്ലാം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല സാറേ. പക്ഷെ നമ്മൾക്ക് അത് ഈ പറഞ്ഞ പോലെ പിന്നെ മാപ്പ് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം അത് മനസ്സിനെ എങ്ങനെ ഓരോ ഇതിലും നമ്മൾ മിനിറ്റിലും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാനസികാരോഗ്യത്തിന് ഒരു നല്ല സംഭവമാണ്. കാരണം നമ്മളോ ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാല് പിന്നെ നമ്മളെ കാണുമ്പോ ഒരു മുഖം വീർത്താല് പിന്നെ എല്ലാ പരിപാടി കാണുമ്പോൾ ഇത് തന്നെ ആയിരിക്കും. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ദേഷ്യമുള്ളവർ കാണുന്ന മുഖമൊക്കെ. പക്ഷെ അങ്ങനെ ആദ്യം തന്നെ അവരോട് അങ്ങനെ ഇതാക്കിയാൽ നമ്മൾ ഫോർഗീവിങ് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ആ ബന്ധം നിലനിർത്തുന്നു മാത്രമല്ല, നമ്മൾക്ക് ഇപ്പം മാനസികവും ശാരീരികവും ആയ ആരോഗ്യമാണല്ലോ വേണ്ടത്. അപ്പൊ ഈ BP പോലെയുള്ള സംഭവം വരുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ദേഷ്യമുള്ള ഒരാളെ കാണുമ്പോഴും നമ്മളെ BP കൂടുന്ന പറയുന്നത്. അപ്പം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും ദേഷ്യം തോന്നുകയാണെങ്കിൽ സോറി, എനിക്ക് അങ്ങനെ വിഷമമുള്ള കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മാപ്പ് പറയാണ്, നീ അത് വിട്ടുകളാന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള അസ്വസ്ഥത പോകുന്നു മാത്രമല്ല, ഇതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മളെ ഉറക്കത്തിനെയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ അവരോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രാത്രിയിൽ ഉറക്കില് പോലും അതിങ്ങനെ തേട്ടി വന്നിട്ട് ഇങ്ങനെ ഉറക്കിനെ പോലും വിഷമിപ്പിക്കും. രാവിലെ എഴുന്നേറ്റിട്ടും അത് ചിന്തിക്കും. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ ഹാർട്ടിന്റെ പ്രശ്നത്തിനും അതെല്ലാം അല്ല, ആരോഗ്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് എന്തായാലും ബാധിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ തന്നെ കേടുപറ്റുന്ന എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആയുസ്സിനെ ബാധിക്കും. അപ്പൊ സാർ അതിൽ കുറെ എക്സാമ്പിൾ എല്ലാം പറഞ്ഞു. സാറിന്റെ ക്ലാസ് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കുറെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. അതിലിപ്പം ഞാൻ ഈയിടെ ഉണ്ടായ ഒരു ചെറിയൊരു സമയമുണ്ട്, സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ട് വരുമ്പോ സാധാരണ രീതിയിൽ എൻ്റെ ഒരു വാനിറ്റി ബാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇളയമ്മന്റെ മോളെ വീട്ടിലേക്ക് വരുമ്പോ നല്ല കാന്താരി തൈ കൊണ്ടുവന്നു. അപ്പൊ കുറച്ച് വലിയ തൈകളാണ്. അത് ഒരു സഞ്ചിയില് അങ്ങനെ 1-2 സാധനം എല്ലാം ഉണ്ടാകുമ്പോ ചെറുക്കട എന്നുള്ള സ്ഥലത്ത് ബസ് കയറിയിട്ട് കാഞ്ഞങ്ങാട് എത്തുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത് തോട്ടം സ്റ്റോപ്പിൽ നിർത്തുക എന്ന് പറഞ്ഞു. തോട്ടം സ്റ്റോപ്പില്ല. അയാള് അതായത് ഞാൻ ഡ്രൈവറോട് ആണ് ചോദിക്കുന്നത്, ഡ്രൈവറുടെ ബാക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞു നിർത്തൂല പറഞ്ഞു. വീണ്ടും ഞാൻ പറഞ്ഞു കോളേജ് സ്റ്റോപ്പിൽ നിർത്തുകയല്ലേ. അപ്പൊ ഇവൻ ഒരു മാതിരി ചൂടാവുന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. ഞാൻ വിചാരിച്ചു ഈ കക്ഷിക്ക് എന്താ പറ്റിയത്. പക്ഷെ പറയും, പെണ്ണുങ്ങൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം, പിന്നെ നിങ്ങൾ 2 പ്രാവശ്യം എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് കണ്ടക്ടറല്ലേ ടിക്കറ്റ് തന്നത്, കണ്ടക്ടറോട് ചോദിച്ചൂടെ. ഞാനിങ്ങനെ ഇവൻ എന്താ പറ്റിയത്. ഞാൻ അപ്പോഴത്തേക്ക് തന്നെ മുകളില് ഈ പരസ്യം ഉണ്ട് അവര് മറ്റേ ബസ്സിന്റെ. അപ്പൊ ഞാനത് ഫോട്ടോ എടുത്തിട്ട് അവനോട് അന്നേരം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ബാക്കിൽ കണ്ടക്ടറെ വിളിക്കാൻ വേണ്ടി പോകുമ്പോ കണ്ടക്ടർ ഇങ്ങോട്ട് വന്നു, എന്താ പ്രശ്നം എന്നോട് പറയാൻ. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംസാരിച്ചത്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സംസാരിച്ചത്. അപ്പൊ പറഞ്ഞു അയാൾ അങ്ങനെ, ഞാൻ അയാൾക്ക് വേണ്ടിട്ട് ഞാൻ നിങ്ങളോട് മാപ്പ് പറയാ, സോറി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ ആ ബസ്സിലൊരു നമ്പർ ഉണ്ടായിരുന്നു, വിളിച്ചു കിട്ടിയത് തന്നെ ബസ്സിന്റെ മുതലാളിനെയാണ്. അപ്പൊ അയാൾ പറഞ്ഞു, അയ്യോ അവനിപ്പോ കേറിയിട്ട് കുറച്ച് മാസമായിട്ടില്ല, അവന്റെ അമ്മക്ക് സുഖമില്ല, പെട്ടെന്ന് അസുഖമായിട്ട് ഇന്നലെ ആസ്പത്രിയിൽ കൊണ്ടുപോയോ. പിന്നെ പോകുമ്പോ ബസ് ചെറുങ്ങനെ ഉരസിയിരുന്നു, ഒരു വണ്ടിയായിട്ട് 2 വീലറോന്ന് എന്തോ പറയും, അങ്ങനെ എല്ലാം പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു കാര്യമെല്ലാം ശരി സാറേ, ഞാനൊരു എന്താ പറയണ്ടേ സീനിയർ എന്നുള്ള രീതിയിലല്ല, ഞാനൊരു കൺസിലിയേഷൻ ഓഫീസറാണ് കാസർഗോഡ് താലൂക്കിന്റെ. വേണമെങ്കിൽ ഒന്ന് മാപ്പ് പറയാ, ഇല്ലെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോണ്ട് കക്ഷി വിളിക്കുന്ന തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം പിന്നെ ഞാനിങ്ങനെ ബസ്സിലെ ഡ്രൈവറാണ്. ഞാൻ പറഞ്ഞു എന്തു പറ്റി എനിക്ക്. അല്ല മാഡം ഞാൻ മാപ്പ് പറയാൻ വിളിച്ചാണ്, എന്റെ മാനസികാവസ്ഥ ആ സമയത്ത് അങ്ങനെ ആയിരുന്നു, എന്റെ പിന്നെ അമ്മക്ക്. ഞാൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യും, കുറച്ച് യോഗയൊക്കെ ചെയ്താൽ എനിക്ക് ഗുണം ചെയ്യും. പിന്നെ ഈ മുറുക്കാൻ നേരത്ത് നമ്മൾ വെള്ളം കുടിക്കണം, അത് കവിള് വെച്ചിട്ട് വെള്ളം കുടിക്കുന്ന ഒരു രീതി ഉണ്ട് മോനെ, അത് പഠിക്കണം. എല്ലാരോടും ഇങ്ങനെ തെങ്ങിനും കഴുകിനല്ല ഒരേ തളയിട്ടിട്ട് കയറിയ വീണ് ഇതായി പോകും, മരിച്ചു പോകും. അതുകൊണ്ട് മേലാല് വാക്ക് പിന്നെ പറയുമ്പോ ശ്രദ്ധിക്കാം. അവന് കുറെ പ്രാവശ്യം മാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. സാറിന്റെ ക്ലാസ് ഞാൻ ശരിക്കും ആസ്വദിക്കായിരുന്നു, കാരണം അത്രയും സീരിയസ് മാറ്റർ ആണ് സാർ ഇത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഇനി ആരുള്ള ഗോകുമാർ സാർ? ഗോകുമാർ സാർ, റോയ് സാർ. നമസ്കാരം, ഗോകുമാറാണ്.
ഈ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം വെച്ചുകൊണ്ട് നടന്നാൽ അത് പ്രശ്നം വഷളാവത്തേ ഉള്ളൂ. അതിന് ഏറ്റവും നല്ല ഫോർഗറ്റാണ്. അത് ഏറ്റവും നല്ലൊരു ആയുധം അതാണ്. പലപ്പോഴും നല്ലൊരു ആയുധമായിട്ട് മാറാറുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. നല്ല ക്ലാസ് ആയിരുന്നു. നമസ്കാരം. താങ്ക് യു സാർ. ജോഷ് സാറ് അൺമ്യൂട്ട് ചെയ്തോ? പറഞ്ഞോ സാർ. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും അഴകുള്ള ഒരു പ്രകൃതിയാണ് ക്ഷമിക്കാൻ പറ്റുക എന്നുള്ളത്. ഈ ക്ലാസ്സിലൂടെ എനിക്ക് അത് തന്നെയാണ് വ്യക്തമാകുന്നത്. എനിക്ക് എന്നെ സ്വാധീനിക്കുന്നതും മനസ്സിലാക്കുന്നതും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും ആയിട്ടുള്ള ക്ഷമയുടെ ഏറ്റവും വലിയ പാഠം നൽകിയത് യേശുക്രിസ്തുവാണ്. നമ്മളെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള ഒരു സംഗതിയൊന്നുമല്ല. അത് മറക്കാനും സാധാരണഗതിയിൽ ഒരു മനുഷ്യന് സാധിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യാൻ സാധിക്കുക? അതിൻ്റെ എക്സാമ്പിളാണ് യേശുക്രിസ്തു കാണിച്ചു തന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിധിക്കാതിരിക്കുക എന്നുള്ളതാണ്. യേശു കുരിശിൽ കടന്നുകൊണ്ട്, അതായത് ഒരു ജനക്കൂട്ടം അകാരണമായി തന്നെ പീഡിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ വിട്ടുകൊടുത്തപ്പോൾ ആ അവസരത്തിൽ കുരിശിൽ കടന്നുകൊണ്ട് പറയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ലാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. അതാണ് ക്ഷമ, അതായത് വിധിക്കുന്നില്ല. അതുപോലെ തന്നെ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ട് പലരും വന്നപ്പോൾ അവളുടെ മേൽ ഈ വിധി നീയും പ്രസ്താവിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുവാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. എല്ലാരും പോയെന്നും അവസാനം പറയുന്ന ഒരു ചോദ്യമുണ്ട്, ആരും നിന്നെ വിധിച്ചില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇത് നമുക്ക് സാധിക്കുമോ? നമുക്ക് ചിലപ്പം ഇപ്പൊ രമാവതി മാൻ പറഞ്ഞ പോലെ ക്ഷമ പറയാൻ പ്രേരിപ്പിച്ച് അവനെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചിട്ട് ഞാൻ അവന് ക്ഷമ കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ അവനെ വിധിക്കുന്നില്ല. അവന്റെ അറിവില്ലായ്മയായിരിക്കാം. അവനോട് ഞാൻ അവനെ വിധിക്കാൻ തയ്യാറല്ല. പക്ഷെ ഇത് എത്ര പേർക്ക് സാധിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും സാധിക്കുമോ? പക്ഷെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതാണ്, വിധിക്കാതിരിക്കാം. കാരണം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പറയുന്ന പോലെ വിരൽ ചൂണ്ടുമ്പോൾ 3 നമ്മുടെ നേരെ, ഇതിനേക്കാൾ ബമ്പർ സാധനം നമ്മുടെ ഇരിപ്പുണ്ട്. നമ്മളും പലരോട് ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികളാണ്. അപ്പം നമുക്ക് ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, ജീവിതത്തിൽ ഏറ്റവും അഴകുള്ള ഒരു പെരുമാറ്റ പ്രകൃതിയാണ് ക്ഷമിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, അതിനുവേണ്ടി ഏറെ അത്യധ്വാനം ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഒരു കണിക നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, ചുറ്റുപാടുള്ളവരോട്, വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളോട്, അതുപോലെ തന്നെ നമ്മളെ പീഡിപ്പിച്ചവരോട്, നമ്മളെ കുറ്റപ്പെടുത്തിയവരോട്, ഇങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. ഇവരെയൊക്കെ നമുക്കൊന്ന് വിധിക്കാതിരിക്കാം. ഒരു ദിവസം എത്ര പേരെയാണ് നമ്മൾ വിധിക്കുന്നത്? അല്ലെങ്കിലും അവർക്കത് വരണം. അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയുടെ ബലമാണത്. എങ്കിലും അവനങ്ങനെ പറയാവൂ. ഏതായാലും അവൾ ചെയ്ത് വളരെ കഷ്ടമായി. ഇങ്ങനെ എത്ര വാചകങ്ങളാണ് നമ്മളൊക്കെ എപ്പോഴും പ്രയോഗിക്കുന്നത്. ഞാൻ ഈ ക്ലാസ്സിലൂടെ കടന്നു പോയപ്പോൾ ഓർക്കുകയായിരുന്നു. സാർ, ഹരിദാസ് സാർ, ഏറെ മനോഹരം. ഒരിക്കൽ കൂടിയെങ്കിലും, ഞാനിതിൻ്റെ ആളാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ, പക്ഷെ ഇതൊക്കെയാണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതിന്, അതിന് അങ്ങേക്കുള്ള ആ വൈഭവം ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എന്നോട് എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു സാർ. റോയ് സാർ. ഈ ഫോർഗീവ്നെസ്സിനെ കുറിച്ച് ഹരിഹരൻ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് തന്നെ അത് മനസ്സിലാവും. അത് വളരെ പക്ഷേ
ഞാൻ പറയുന്ന ഇമോഷണൽ വറീസ് റെഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു മെന്റൽ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കും. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ എമോഷണൽ അതെങ്ങനെ നേടും എന്നുള്ളതാണ് വിഷയം. ഒരു ഫൊർഗീവ്നെസ് അത് നേടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു എൻജോയ്മെന്റുമാണ്, നമുക്കൊരു മനസ്സമാധാനം കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിയാണ് മനസ്സുകൊണ്ട്. കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറയുന്നു. സാറേ, എനിക്ക് അതിനകത്ത് സാറ് ഇപ്പോൾ ബെനിഫിറ്റ്സ് പറഞ്ഞു, എങ്ങനെയാണ് അത് ഹ്യൂമൻ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നും ഒക്കെ സാർ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചു. അപ്പോൾ ഈ റിയൽ ലൈഫ് എക്സാമ്പിളിൻ്റെ കൂട്ടത്തിൽ ഈ മലാല യൂസഫായി പിന്നെ ജോൺ ബോളിനെയും ബന്ധപ്പെടുത്തി സാർ പറഞ്ഞ അത് എനിക്കൊരു ഇതൊന്ന് ക്ലിയർ ആയ തരക്കില്ലായിരുന്നു സാർ. മലാല പാകിസ്ഥാനി ഗേൾ. അതെ, അവളുടെ ഈ വിമൻ ഫ്രീഡത്തിന് വേണ്ടി കൂടുതൽ കൊച്ചു പെണ്ണ 16-17 വയസ്സുള്ള അഫ്ഗാനിസ്ഥാൻ അറിയാലോ, വളരെ റിജിഡാണ് അവര്. ഇതിന് മുസ്ലിം കുട്ടികൾ ഇങ്ങനെ സംസാരിക്കാൻ പാടാറുണ്ട്. ആ ദേഷ്യത്തിൽ വെടിവെച്ചാണ് അയാൾ ആ കുട്ടി രക്ഷോട്ടടഞ്ഞു. even at the young age she had the what you call the mental strength to forgive the other person. സാർ അറിയാതെ നിങ്ങൾ ചെയ്തു പോയതാണെന്ന് പറഞ്ഞു. അഫ്കോഴ്സ് പിന്നെ പോപ്പിന്റെ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ അറിയായിരിക്കും. പോപ്പ് ബട്ട് അയാൾ that particular person who assaulted Pope during those days, he regretted. പിതാവിനെ കാണാൻ പറഞ്ഞു. അവര് തന്നെ ഞാൻ അങ്ങനെ അദ്ദേഹം പോയിട്ട് മാപ്പ് സാരമില്ല. അല്ല, നമ്മുടെ ലൈഫ് ടൈം നടന്ന ജോൺ ബോൾ രണ്ടാമത്തെ കേസ് എനിക്കറിയാം. ഓക്കെ സാർ. അപ്പോൾ ഇതൊന്നും സാമാന്യ എമോഷണൽ കൺട്രോൾ ഉള്ളവർക്ക് ഇത് പറ്റുള്ളൂ എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. അതെ, പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അവനോട് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും, എനിക്കത് സാധിച്ചല്ലോ. വേറെ ആൾക്ക് ഗ്രജിരിക്കുമ്പോ മനസ്സിലായിരുന്നു ഒരു ഗ്രജ് വെച്ചോണ്ടിരിക്കില്ല, അത് പോകും. അത് ശരിയാണ്. ഓക്കെ, വളരെ കുറെ നമുക്ക് ചിന്തിക്കാനും അതുവഴി ഒരു ഫോർഗീവ്നെസ് ക്രിയേറ്റ് ചെയ്യാനുള്ളതായ ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നതിനും സാറിന്റെ ഈ ഗൈഡ് ലൈൻസ് വളരെയധികം ഉപകരിക്കും. താങ്ക് യു സർ. താങ്ക് യു സർ. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നല്ലേ പറയുന്നു. അതെ, ശ്രീകുമാരി മാം പറഞ്ഞോളൂ. ക്ഷമയെ പറ്റി പറയുമ്പോൾ ഈ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുന്ന അനുഭവമാണ്. നമ്മളൊരാൾ ജീവിതത്തിൽ നമുക്ക് ദോഷവും നന്മയും തിന്മയും ചെയ്യുന്നവരുണ്ടാകാം. നമുക്കൊരു ദോഷം ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ അത് മറക്കാൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനാണ് കൂടുതൽ ആരോഗ്യം ഉണ്ടാകുന്നത്. ഇങ്ങനെ എന്നെ ദ്രോഹിച്ച ആളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് വേദനിപ്പിക്കുകയും അത് അസ്വസ്ഥത ഉണ്ടാക്കുകയും അത് കാരണം നാം രോഗിയായി മാറാനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ പറഞ്ഞ് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മനസ്സുള്ളവർക്കേ സാധിക്കും. എല്ലാവർക്കും അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഫർഗീവ്നെസ്. ഓക്കെ മാം. ഒരു ഹോ ഓപ്പനോ എന്ന് പറഞ്ഞ ഒരു പ്രയർ ഉണ്ട്, 4 വാക്കുകളുള്ളത്. പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഒരു വാക്കുകളുണ്ടല്ലോ ആദ്യം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. 4 മാന്ത്രിക വേർഡ്സ് കൊണ്ട് നമുക്ക് ലോകം തന്നെ കീഴടക്കാമെന്നാണ് പറയുന്നത്. പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി, ഐ ലവ് യു, താങ്ക് യു. അങ്ങനെ പറയുമ്പോൾ എല്ലാം നമുക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കുന്നതെല്ലാം നേടാൻ സാധിക്കുന്നതാണ്. മാന്ത്രിക വേർഡ്സ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. ഫോർഗീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് തന്നെയാണ് നന്മയുണ്ട്, നമ്മുടെ മനസ്സിന്റെ സന്തോഷം. ഓക്കെ മാം. വിൻസൻ സാർ. താങ്ക് യു സാർ. ഞാൻ തുടക്കത്തിൽ മുഴുവൻ കേട്ടില്ലായിരുന്നു, എങ്കിലും ഇതിൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞു തന്നിട്ട് എനിക്ക് മനസ്സിലായി. നമുക്ക് സാധാരണ സംഭവിക്കുന്നത്, നമ്മളിപ്പോൾ സാറ് പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ ഉപമ പറഞ്ഞിരുന്നു തന്നെ. നമ്മൾ ഒറീസയിലെ ഒരു പാതിരിനെയും അദ്ദേഹത്തിൻ്റെ കുട്ടികളെ കൊന്നു കളഞ്ഞ ആളോട്
അവരെ ആ ആളോട് എൻ്റെ ഭാര്യ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെരുമ്പാവൂരുകാരനാണ്. പെരുമ്പാവൂർ റാണി മരിയ ഉണ്ട്. റാണി മരിയനെ കൊന്ന ആള് വീണ്ടും പിന്നെ എന്തായുള്ള മനസ്സ് മാറി അയാള് ഇപ്പോൾ ഇതായിട്ട് ഇരിക്കണം, ഒരു സുവിശേഷ പ്രസംഗന സംതിങ് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ അയാൾ ഇവിടെ വന്നിരുന്നു, പെരുമ്പാവൂരുടെ ജൂബിലിക്കൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ പറ്റുന്നത്, നമ്മുടെ ഒരു ഈഗോ ഉണ്ട്. നമ്മൾ ഒരാളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മളുടെ ഒരു ബലഹീനതയായിട്ട് കരുതുന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരാൾ എന്നെ എന്തെങ്കിലും പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ രമാവതി ടീച്ചർ പറഞ്ഞു, സോറി രമാവതി ടീച്ചറെ ഞാൻ പറഞ്ഞ വിഷമം വിചാരിക്കരുത്, ആ ഡ്രൈവർ പറഞ്ഞപ്പോൾ പറ്റില്ല, ജോഷ് സാർ പറഞ്ഞ പോലെ അതങ്ങനെ പോട്ടെ, അയാളുടെ അറിവുകേട് കൊണ്ടാണെന്ന് പറഞ്ഞ് അതങ്ങനെ ക്ഷമിച്ചില്ല, അയാളെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചു. അപ്പോൾ നമ്മൾ ക്ഷമിച്ചില്ല. നമുക്ക് ഞാൻ എൻ്റെ പ്രൊഫൈൽ എഴുതിയിട്ടുണ്ട്, അവർ മേ ബി ട്രീറ്റഡ് ആസ് മൈ വീക്ക്നെസ് ബട്ട് സ്റ്റിൽ ബി ഹംബിൾ. നമുക്ക് പലപ്പോഴും എന്നെ ഒരാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറുകയാണെങ്കിൽ, ഞാൻ മിണ്ടാതെ പ്രതികരിക്കാതെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കണത് അയ്യോ പേടിച്ച് പോയതാ, ഒന്നും മിണ്ടാണ്ട് പോയത് കണ്ടോ, പേടിച്ച് പോയതാ. അത് എനിക്ക് വലിയ വിഷമം, എൻ്റെ ഈഗോയിൽ തട്ടി. ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല, അതുകൊണ്ട് ആ പേടിയില്ലാന്ന് കാണിക്കാനായിട്ട് ഞാൻ പ്രതികരിക്കണം. പണ്ടെങ്ങാണ്ടൊരു വായിച്ചിട്ടുണ്ട്, ഒരു ഗാർബേജ് ഒരു പ്രൈസ്, ഗാർബേജ് ട്രക്ക്. എന്നുവെച്ചാൽ ആരെങ്കിലും നമ്മളോട് ഒരാളൊരു ടാക്സി ഡ്രൈവറുടെ കാര്യം പറഞ്ഞിട്ടാണ് അതിൽ വാട്സപ്പിൽ വന്നൊരു ഇതാണ്, വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷം മുമ്പ്, ഒരാൾ പോയിക്കൊണ്ടിരിക്കണം കാറിൽ. അപ്പോൾ അയാളുടെ തെറ്റല്ല, ആ ഡ്രൈവറുടെ തെറ്റല്ല, വേറൊരു കാർ പെട്ടെന്ന് കയറി വന്നു, ഇയാൾ ബ്രേക്ക് ചവിട്ടി, അയാൾ ഈ ഡ്രൈവറെ ഒത്തിരി അബ്യൂസ് ചെയ്തു. അപ്പോൾ ഈ പാസഞ്ചർ ചോദിച്ചു, അയാൾ ഇത്രയും പറഞ്ഞു എന്നിട്ടും അയാൾ നിങ്ങൾ ഇത്രയും അബ്യൂസീവ് ലാംഗ്വേജിൽ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ തിരിച്ചു പറയാണ്ടിരുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, ഐ ആം നോട്ട് എ ഗാർബേജ് ട്രക്ക്. അയാളുടെ ഉള്ളിലുള്ള ഗാർബേജ് മുഴുവൻ ഞാൻ തിരിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഐ എം അക്സെപ്റ്റിംഗ് ദാറ്റ് ഗാർബേജ്. സോ ഞാൻ അതിൽ ചെയ്യണില്ല, അയാൾ പറഞ്ഞു പോയിക്കോട്ടെ, അത് അവിടെ തന്നെ കിടന്നു, ഐ ഹാവ് നോട്ട് ടേക്കൺ ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ നമുക്ക് വരികയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ സാധാരണ മനുഷ്യർ, എനിക്കും സംഭവിക്കാറുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട് പ്രൊഫൈലിൽ ഇങ്ങനെ, പക്ഷെ നമുക്ക് തോന്നും ഞാൻ പറയേണ്ടതായിരുന്നു, അത് എൻ്റെ ഞാൻ തോറ്റ് പിന്മാറിയ മട്ടില്ലെങ്കിൽ ഞാൻ പേടിച്ച് മുഴോട്ട് ആൾക്കാർ വിചാരിക്കും. എനിവേ സാറേ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ടോപ്പിക്ക്, ഞാൻ അത് വീണ്ടും ഇതിൽ കേട്ടോളാം. താങ്ക് യു. ഓക്കെ സാർ, ഇനി ആരുള്ള? അബ്ദുൾ റഷീദ് സാർ ഉണ്ടോ? സ്നേഹദ മാം, സുഭാഷ്, ദീപ, സാബു സാറേ, ആ. അത് സംഭവം എന്ന് പറഞ്ഞാല് സാറിന്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഞാനത് അന്നേരം പ്രതികരിച്ചില്ല. ചിലവര് അന്നേരം വണ്ടി പോലീസ് സ്റ്റേഷനിൽ എടുക്കുന്നൊക്കെ, പക്ഷെ അന്നേരം വഷളാക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ പിറ്റേ ദിവസം അത് സംസാരിച്ചിട്ട് ഞാൻ ആദ്യം എന്താ ഇങ്ങനെ കൂളായിട്ട് അവനോട് സംസാരിക്കുന്നത്, അവൻ ശരിക്കും അവസാനം ഉണ്ടല്ലോ, ഒരു അമ്മയോട് ഞാൻ ശരിക്കും നിങ്ങളെ ഒരു അമ്മേനെ പോലെ കുറെ കാര്യങ്ങൾ വളരെ കൂളായിട്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാല് അവന് തെറ്റ് മനസ്സിലാവേം വേണം, ബാക്കി ഭാവിയിൽ അത് ആവർത്തിക്കാനും പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാൻ പക്ഷെ എല്ലാരോടും വളരെ രീതിയിൽ എന്തെങ്കിലും ചെറിയ തെറ്റിന് പോലും സോറി പറയുന്ന ആളാണ്. വളരെ ചെറിയ തെറ്റിന് ഒരു കുട്ടിയോട് പോലും സോറി പറയും ഞാൻ. അതുകൊണ്ടാണ്. ഓക്കെ മാം, ഇനി ആരാ പറയാൻ? സ്നേഹിത മാം പറയും. ഇപ്പൊ രമാവതി മാം പറഞ്ഞതുപോലെ ഈ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരെ ആ തെറ്റ് മനസ്സിലാക്കി കൊടുക്കണ്ടേ, അല്ലെ അവരത് വീണ്ടും ആവർത്തിക്കത്തില്ലേ? നമ്മളങ്ങ് ക്ഷമിച്ചു കൊടുത്താൽ വീണ്ടും ആ തെറ്റ് അവർ ചെയ്യാനുള്ള, നമ്മളോട് എന്തും ചെയ്യാന്ന് വിചാരിക്കത്തില്ലേ? ശരിയാണ്, തീർച്ചയായും. സുഭാഷ് ഉണ്ടോ? അബ്ദുൾ റഷീദ് സാർ, ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? സുഭാഷ് ഉണ്ട് സാർ. ഗുഡ് ഈവനിങ്. പറയൂ. സ്റ്റാർട്ടിങ് കേട്ടില്ല. ഞാൻ പറയുന്ന എല്ലാരും വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. എവ്രിബഡി വളരെ സീനിയർ. ഞാൻ ചെറിയ ശിശു. പക്ഷെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഫൊർഗെറ്റ് ആൻഡ് ഫോർഗീവിങ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഫൊർഗെറ്റ് ആൻഡ് ഫോർഗീവിങ്ങിൽ നമുക്ക് ഒരാളോട് ഫോർഗീവ് ചെയ്യാം, പക്ഷെ ചില ബിറ്റർ ഇൻസിഡൻസ് നമുക്ക് ഫോർഗെറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു അലർട്ടാണ്.
ഈ ഫോർഗിവിങ് ചെയ്യുന്നത് നമ്മൾ ലെറ്റ് ഗോവും ഫോർഗിവിങ് ഓൾമോസ്റ്റ് സിമിലർ ബെൽറ്റിലാണ്. നമ്മൾ ചിലത് നമ്മളത് ഓക്കെ അത് ഫോർഗിവിങ് ചെയ്യാൻ പറ്റും. നമ്മൾ നോളജ് കുറച്ചും കൂടി എലിവേറ്റ് ചെയ്യുന്ന ഒരാൾക്കാണ് ഫോർഗീവ് ചെയ്യാൻ പറ്റുക എൻ്റെ ഒരു തോന്നല്. ബിക്കോസ് വെൻ വി ആർ എലിവേറ്റഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ് ഓർ ലൈഫ്, ഹലോ ദാറ്റ്സ് ഓക്കെ, ലെറ്റിംഗ് ഗോ. അപ്പൊ നമ്മള് അവന്റെ സെയിം ഫ്രീക്വൻസിയിലോ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി ടക്കോ ബാറിൽ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മള് ഒരു നമ്മുടെ ഈഗോ അല്ലേ, നമുക്ക് നമ്മുടെ ഉണ്ടാകുന്ന ഈഗോ ആണോ? ഈഗോ. അപ്പൊ നമ്മൾ അതിനൊക്കെ ജ്ഞാനം കരസ്ഥമാക്കിയിട്ട് എലിവേറ്റ് ആയിട്ട് ചെയ്യണം. ഒരു ഹില്ലിന്റെ മുകളിൽ കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ടൈനി. അപ്പം അതിനേക്കുള്ള ഒരു സംഗതി വന്നാൽ ബാക്കി വി ക്യാൻ ഫോർഗീവ് എവരിബഡി. ശരി സാർ, താങ്ക് യു. ദീപാമാം എന്തെങ്കിലും പറയുന്നോ ഹരി, ഫോർഗീവ്നെസ്സിനെ കുറിച്ച് എന്തെങ്കിലും? ഓക്കെ, സോ ഹരിഹരൻ സാർ, താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. വളരെ മനോഹരമായ ഒരു സെഷൻ, ഒത്തിരി കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. ഇനിയും ഫോർഗീവ്നെസ് എന്ന് പറയുന്ന ആയുധം കൂടുതൽ ഷാർപ്പാക്കി മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. സി യു, ബൈ. Good night, sir. Good night. See you.